നമ്മുടെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ബിരിയാണി തിന്നാൽ മാത്രം പോയ ദിവസമായിരുന്നേ. ഒരു ബിരിയാണിയല്ല, 3 ബിരിയാണി, ചിക്കൻ, മട്ടൺ, ബീഫ്, ഈ മൂന്നും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാടാ ഈ കോട്ടയത്തൊന്നും ബിരിയാണി കിട്ടിയാലേന്ന്. അങ്ങനെയല്ല കേട്ടോ, അതൊരു ചെറിയ കഥയാണ്. നമുക്ക് ആലപ്പുഴയ്ക്ക് വിട്ടാൽ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ആലപ്പുഴയ്ക്ക് പോവുകയാണ്. സാധാരണ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏറ്റുമാനൂർ എളുപ്പം കല്ലറ കൂടി തണ്ണീർമുക്കം ചാടി ആലപ്പുഴയ്ക്ക് പോകുന്നു കേട്ടോ. ഇന്നൊരു വെറൈറ്റി പിടിച്ചാണ്. ഇന്ന് നേരെ ഞങ്ങൾ ചങ്ങനാശ്ശേരി പെരുന്ന കൂടി നേരെ പാലമൊക്കെ പുതിയ പണിതിട്ട് അതിലേ വന്നിട്ടില്ലായിരുന്നു. കുറേ നാളായി അതിലേ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ നാളിന് ശേഷം വരുന്നതല്ലേ എന്നോർത്ത് പെരുന്ന കൂടി വന്ന നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി നാൾ കൂടി അതിലേ വരുന്നത്. വഴി അടിപൊളിയായതുകൊണ്ട് പടയെ നീങ്ങി വന്നു കേട്ടോ. നേരെ വന്ന് ബീച്ചിലിറങ്ങി. നേരെ വന്ന് നമ്മുടെ പൈൻമരക്കാടുള്ള ബീച്ചിലാണ് ഫസ്റ്റ്. ഞങ്ങൾ പണ്ട് തൊട്ടേ വരുമ്പോൾ ആദ്യമേ ഞങ്ങൾ ഇവിടെ വരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അപ്പോൾ നേരത്തെ പൈൻമരക്കാടിലൊക്കെ കയറായിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ പരിപാടിയൊക്കെ, പാർക്കോ എന്തോ പരിപാടിയൊക്കെ നടക്കുക. സത്യം പറഞ്ഞാൽ ഒത്തിരി നാൾ കൂടിയാണ് ആലപ്പുഴ ബീച്ചിൽ വരുന്നത്. പണ്ട് ഞങ്ങൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നായിരുന്നു. നല്ല എല്ലാ ആഴ്ചയിൽ വീക്കെൻഡെല്ലാം വന്നുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ എല്ലാം മാറിപ്പോയി. ഇപ്പോൾ ഒത്തിരി നാളായി ബീച്ചിലോട്ട് വന്നിട്ട്. വന്ന് ബീച്ചിലോട്ട് കുറേ കറങ്ങി മടുത്ത് കഴിഞ്ഞപ്പം കാല് വെള്ളത്തിലിടാമല്ലോ എന്ന് ഓർത്ത് പയ്യെ കടലിലോട്ട് ഇറങ്ങിയായിരുന്നു. ഒത്തിരി ഇറങ്ങിയില്ല കേട്ടോ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു തിരക്ക് പഴയ പോലെ ഇല്ലെന്ന് തോന്നുന്നു. മെയിൻ ബീച്ചിലുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പൈൻമരക്കാടിൻ്റെ അവിടുത്തെ ബീച്ചിലാണ് വന്നത്. മെയിൻ ബീച്ചിൽ പഴയ പോലെ ആളില്ല കേട്ടോ. അപ്പോൾ അവിടെ എന്തോ കാർണിവൽ ഏതാണ്ട് നടക്കുവാണ്. 17-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഡിസംബർ 17-ന് കാർണിവൽ ഏതാണ്ട് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാർണിവല്ലോ എന്തോ പരിപാടി അവിടെ ഉണ്ട്. അപ്പം അതിനുള്ള തൊട്ടിലാട്ടവും പാർക്കും അതുപോലുള്ള പരിപാടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാല് നനയ്ക്കാതെ പോകുന്ന മോശമല്ലേ. കുറേ നേരം അങ്ങനെ കാലും നനച്ച് അതിൽ നടന്നു കേട്ടോ. പക്ഷെ തിരയൊക്കെ ഭയങ്കര റഫായിരുന്നു കേട്ടോ. നമ്മൾ തിര കുറവാണെന്നും പറഞ്ഞ് കയറി ചെയ്തിട്ട് മൊത്തം നനഞ്ഞ്, പാൻറ്റും എല്ലാം നനഞ്ഞ് ഒരു രക്ഷയില്ലായിരുന്നു. അതിൽ കുറേ നേരം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരയെണ്ണി ഒരു 1/4 മണിക്കൂറോളം നടന്നു. കെട്ടിയോളാണെങ്കിൽ പിന്നെ കടൽ കണ്ടാൽ പിന്നെ പറയുകയും വേണ്ട, കയറത്തില്ല കേട്ടോ. ഇങ്ങനെ മറ്റേ കുഞ്ഞുപിള്ളേരെ പോലെ അതിലിങ്ങനെ നടന്നോളും. പിന്നെ അങ്ങനെ കുറേ നേരം കാലും നനച്ച് ഒത്തിരി നടന്നു കേട്ടോ. ബീച്ചിൽ കൂടെ ഒത്തിരി നടന്നു. ഞങ്ങളാ ബീച്ച് ഓരം ചേർന്ന് കുറേ നടന്നു. ഇപ്പോൾ പഴയ പോലെ കച്ചവടക്കാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഒത്തിരി പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബോംബെ മുട്ടായിയൊക്കെ ആയിട്ട് ഒത്തിരി പിള്ളേരും പരിപാടിയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതെല്ലാം ഇല്ലെന്ന് തോന്നുന്നു. എന്നാ പറ്റിയെന്നറിയില്ല. ഇനിയിപ്പോൾ തിരക്കില്ലാത്ത സമയമാണോയെന്നും അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ഉച്ച സമയമാണ്. ഇനി ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആൾ കൂടുമായിരിക്കും. എന്തായാലും കുറച്ച് പിള്ളേർ സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ കുറേ നടന്നു കേട്ടോ. കുറേ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് നടന്നു എന്ന് പറയണം. അതാ നമ്മുടെ പൈൻമരക്കാടാണ്. പക്ഷെ അവിടെ എല്ലാം പഴയ പോലെയല്ല, എല്ലാം ഒരുമാതിരി ഒരു രസമില്ലാതായിപ്പോൾ. എന്നാ പറ്റിയെന്നറിയില്ല. ബീച്ച് ഒരു രസമില്ല. ഇനിയിപ്പോൾ പണിത് വരുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. പഴയൊരു ഓളമില്ല ബീച്ചിന്. അങ്ങനെ ബീച്ചിൻ്റെ നല്ല മെയിൻ സ്ഥലത്തെല്ലാം ഓരോരോ മറ്റേ കാർണിവൽ പോലത്തെ പരിപാടിക്ക് വേണ്ടി എല്ലാം കെട്ടി അടച്ചേക്കുക. അപ്പം മെയിൻ ബീച്ചിൻ്റെ കുറേ സ്ഥലം അങ്ങനെ പോയി കേട്ടോ. അപ്പം നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെ ഓരോരോ മെഷീനും കാര്യങ്ങളും അങ്ങനെയായിട്ട് അവർ കെട്ടിമറച്ചിട്ടേക്കുക. എന്നിട്ട് വർക്കിങ്ങും അല്ല. എനിക്ക് തോന്നുന്നു ഒരു പണി നടക്കുന്നേ ഉള്ളായിരിക്കും. അതിനുശേഷം ഞാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് ഡിസംബർ 17-ന് പരിപാടി ഉണ്ട്, അതിനുവേണ്ടിയാണെന്ന് പറയുന്നു. അങ്ങനെ കുറേ നടത്തപ്പം വിശപ്പും ദാഹവും ഏതാണ്ടെല്ലാം കൂടെ വരാൻ തുടങ്ങി. നമ്മൾ ബീച്ചിലായതുകൊണ്ട് അറിയത്തില്ല എന്തേരം നടന്നെന്ന് അറിയില്ല. നമ്മൾ നടന്ന് വരുമ്പം നല്ല മടുപ്പായിരുന്നു. എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചാൽ മതി എന്നറിയും. അവിടെ അടിപൊളി കുതിരസവാരിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി കേട്ടോ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് അതൊന്നും പരിപാടിയൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുവാണ്. അവിടെ കുറേ നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഇപ്പം തിന്നാൽ ശരിയാകത്തില്ല. വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. ആ സമയത്ത് ഐസ്ക്രീം അടിക്കാമെന്ന് ഓർത്ത് വന്ന ഐസ്ക്രീം നമ്മുടെ സ്കീയുടെ ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ടെൻഡർ കോക്കനട്ടും ഒരു ബ്ലാക്ക് കറണ്ടുമാണ് പറഞ്ഞത്. അപ്പം ടെൻഡർ കോക്കനട്ട് അവക്കും ബ്ലാക്ക് കറണ്ട് എനിക്കും ആ ഒരു ലെവലിലാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഐസ്ക്രീം എനിക്ക് തോന്നുന്നു ആ വെയിലത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐസ്ക്രീം ഒത്തിരി മെൽറ്റായിപ്പോയി. എനിക്ക് കഴിച്ചപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ. ഞാൻ അത് ബ്ലാക്ക് കറണ്ടും കഴിച്ചില്ല. ബ്ലാക്ക് കറണ്ടും അവൾക്ക് കൊടുത്തു.
ഞാൻ നൈസായിട്ട് വേറെ എന്തെങ്കിലും നല്ല തണുത്ത ഇരിപ്പുണ്ടോ ഉറച്ച ഇരിപ്പുണ്ടോ എന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു മാംഗോ ബാർ കാണും, മാംഗോ ബാർ ഇപ്പം അത്യാവശ്യം ഇരിപ്പുണ്ട് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മാംഗോ ബാർ മതി എന്ന് പറഞ്ഞ് മാംഗോ ബാർ പൊക്കി കേട്ടോ. അപ്പം ബ്ലാക്ക് കറണ്ട് എനിക്ക് എടുത്തതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് കറണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും പറയും മരുന്നിൻ്റെ ചുവയാണ്, ചുമയുടെ മരുന്നിൻ്റെ ചുവയാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നാലും എനിക്ക് എന്താണോ ഭയങ്കര ഇഷ്ടം ഈ സാധനം. അതിന് വെളിയിൽ നിന്ന് കഴിക്കുവാണെങ്കിൽ വാനിലയോ ബ്ലാക്ക് കറണ്ടോ മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കി എനിക്ക് ടേസ്റ്റ് വൈസ് ഇത് രണ്ടും ഇഷ്ടം കേട്ടോ. പക്ഷെ അതെനിക്ക് കഴിച്ചിട്ട് ഭയങ്കര മെൽറ്റായി. ലാസ്റ്റ് ഞാൻ പിന്നെ മാംഗോ ബാർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മറ്റേ സെലീംകുമാർ പറയുന്ന പോലെ പച്ചമീൻ കിട്ടിയില്ല ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ മാംഗോ ബാർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാഹത്തിനും ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെയും ദാഹമായി. ഈ മധുരം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നൈസായിട്ട് നടന്നു. എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം, ആ ഒരു സെറ്റപ്പായി. നമ്മുടെ ബീച്ചിലെ യുദ്ധക്കപ്പലും അതുമെല്ലാം കണ്ട് നൈസായിട്ട് എങ്ങനെയെങ്കിലും ഹോട്ടൽ പിടിക്കാം എന്നുള്ളൊരു സെറ്റപ്പിൽ പയ്യെ പോവുമായിരുന്നു. ഇതാട്ടോ 17-ാം തീയതിയിലെ കാർണിവലോ സംഭവം, അതിനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മൊത്തം പരിപാടി തീർന്നിട്ടില്ല കേട്ടോ. ഇതാ നമ്മുടെ മെയിൻ ബീച്ചിൻ്റെ ആ സ്ഥലത്താണ്. അപ്പം കുറേ സ്ഥലം ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കുറേ മറ്റേ മറൈൻ അക്വേറിയം വന്നിട്ട് അവർ അതാണ് അവിടെ കുറേ കെട്ടിയിട്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മറൈൻ അക്വേറിയത്തിൻ്റെ പരിപാടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതുവരെ അഴിച്ചുകൊണ്ട് പോയിട്ടില്ല കേട്ടോ. അതങ്ങനെ കുറേ സ്ഥലം വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. അതായത് മെയിൻ ബീച്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത്രയും സ്ഥലം അവർ ഇതുവരെ പൊളിച്ചുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഒത്തിരി സ്ഥലം അങ്ങനെ വേസ്റ്റായി കിടപ്പുണ്ട്. നമുക്ക് നടക്കാനും കാണാനും ഒക്കെ പറ്റുന്ന കുറേ നല്ല മെയിൻ ബീച്ചിൻ്റെ സ്ഥലം കുറേ അങ്ങനെ വേസ്റ്റായി പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി പരിപാടിയൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ പിള്ളേരുമായിട്ടൊന്ന് വരണം. കാരണം രസമായിരിക്കും ബീച്ചിൽ. ഈ പരിപാടി ഭയങ്കര രസമായിരിക്കും. നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓളമായിരിക്കും, ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പായിരിക്കും. അപ്പം 17-ാം തീയതി കഴിഞ്ഞ് പിള്ളേരുമായിട്ടൊന്ന് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുക. അതിൻ്റെ ഇടയിൽ അവൾ കുറേ കക്കയൊക്കെ വാരിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ക്രാഫ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് അവിടെ കിടന്ന കക്കായെല്ലാം വാരിക്കൊണ്ട് പോരുന്നുണ്ട്. പിന്നെ നൈസായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നത് സാലിക്കാട് ബിരിയാണി കഴിക്കാനാണ്. സ്ഥിരം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വരുമ്പം കഴിക്കുന്ന സാലിക്കാട് കടയുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ബിരിയാണി കഴിഞ്ഞു കേട്ടോ. ആ കടപ്പുറം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ചെന്നപ്പോൾ സാലിക്കാട് അവിടുത്തെ ബിരിയാണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഞങ്ങളൊരു മട്ടൺ ബിരിയാണി ഞാൻ പറഞ്ഞു, ഒരു ചിക്കൻ ബിരിയാണി അവക്കും പറഞ്ഞു കേട്ടോ. അവൾ മട്ടൺ കഴിക്കാറ് ഇല്ല, ഭയങ്കര പാടാണ്. കഴിക്കും മീൻസ് പുള്ളിക്കാരിക്ക് അങ്ങനെ താല്പര്യമില്ല സാധനം. ഞാനൊരു മട്ടൻ ബിരിയാണി പറഞ്ഞു, ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോടെ കേട്ടോ ഈ ഫുഡ് കഴിച്ചു തുടങ്ങി. അതായത് നമ്മൾ സാലിക്കാട് അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് സാധനമാണ്. അത് നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ്, നമ്മൾ മാറിക്കഴിച്ചിട്ടില്ല. പിന്നെ വിശന്നിരുന്ന കാരണം എവിടുന്നേലും എക്സ്പ്ലോർ ചെയ്യാമെന്നോർത്ത് വേറൊരു കടയിൽ കയറിയതാട്ടോ. ഞാൻ മട്ടൻ ബിരിയാണി എടുത്തു. എനിക്ക് തോന്നുന്നത് റൈസൊന്നും വലിയ കലിപ്പില്ല, മട്ടണും വലിയ കലിപ്പില്ലായിരുന്നു. അത്യാവശ്യം ഞാൻ എടുത്തപ്പം പീസൊക്കെ ഭയങ്കര ടെൻഡറായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ചിക്കനല്ല ആദ്യം മേടിച്ചത്. ആദ്യം മേടിച്ചത് ഞങ്ങൾ ബീഫാണ്. ഞാൻ അവൾക്ക് മേടിച്ചത് ബീഫും പിന്നെ ഒരു മട്ടനുമാണ്. ശരിയാ, ഞാൻ മറന്നു പോയത്. അപ്പം ഞാൻ മട്ടൻ കഴിച്ചു, വിളമ്പി അത് സെറ്റാക്കി. എൻ്റെ ഭാഗ്യം കൊണ്ട് മട്ടൻ ബിരിയാണി ടോപ്പായിരുന്നു. പക്ഷേ ബീഫ് ബിരിയാണി അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഫ്ലോപ്പ് മീൻസ് റൈസൊക്കെ നല്ലതായിരുന്നു, റൈസും ഗ്രേവിയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ബീഫിന് പണി കിട്ടി. ബീഫ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ആ ദമ്മിൽ കിടന്നങ്ങ് മൂരിച്ചു പോയി. അതായത് നമ്മുടെ എങ്ങനെയാണ് അതങ്ങ് കട്ടിയായിട്ട് മരക്കഷ്ണം പോലെ ആയിപ്പോയി ബീഫിൻ്റെ പീസല്ല. അപ്പോൾ എന്നാണോ അത് ഇപ്പം പുള്ളിക്കാരി കഴിക്കാൻ പാടായ കാരണം ഞാൻ പറഞ്ഞത് നൈസായിട്ട് കുറച്ച് മാറ്റി വെച്ചത്. ബാക്കി നമുക്ക് ചിക്കൻ വേണേ മേടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അബദ്ധത്തിലൊരു ചിക്കനൂടെ മേടിച്ച് പോയി കേട്ടോ. പിന്നെ പാഴ്സൽ എടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേരുണ്ടല്ലോ, പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ കുഴപ്പമില്ല, ഒരെണ്ണോടെ മേടിക്കാം, ടേസ്റ്റ് ചെയ്യാമല്ലോ, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ചിക്കനും കൂടെ മേടിച്ചു കേട്ടോ. 8ൻ്റെ പണിയായിട്ട് ബീഫിൻ്റെ അപ്പുറത്തായിരുന്നു ചിക്കൻ്റെ അവസ്ഥ. ചിക്കന് ഇവിടെ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ചിക്കൻ മറ്റേ ദം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഫ്രൈ ചെയ്തിട്ട്, അതായത് ചിക്കൻ സാധാരണ ചിക്കൻ ഫ്രൈ ഇല്ലേ അതുപോലെ ഫ്രൈ ചെയ്തിട്ട് നേരെ മറ്റേ ഉള്ളി ഗ്രേവിക്കകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനെ വേണ്ട സെറ്റപ്പ് ചെയ്തെടുക്കുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു, കോട്ടയത്ത് നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം ഗ്രേവിയിലും മറ്റേ പോലെ സെറ്റ് ചെയ്ത് ചിക്കൻ വറുത്ത് തന്നെയാണ് ചെയ്യുന്നത്.
എന്നാലും ദമ്മ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ ബിരിയാണി റൈസിൻ്റെ അടിയിലോട്ട് ചിക്കൻ ഫ്രൈ വെച്ചിട്ട് തരുക. അത് ചിക്കൻ ബിരിയാണി നമുക്കത് ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ കഴിച്ച് ശീലിച്ചതല്ലാത്തതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ആലപ്പുഴക്കാരുണ്ടെങ്കിൽ തെറി പറയില്ല. ഞാൻ നമ്മുടെ സെക്കരിയ ബസാറിൻ്റെ അവിടെ നിന്നാണ് കഴിച്ചത്. അവിടെ തന്നെയാണ് സാലിക്കാട് കട, അവിടെ തന്നെയാണ്. സാലിക്കാട് കടയിലും അങ്ങനെ തന്നെ കേട്ടോ, ചിക്കൻ ഫ്രൈ തന്നെയാണ്. നമുക്കവിടെ നിന്ന് ബീഫ് ബിരിയാണിയാണ് കഴിക്കാറ്. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ലുലു ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ. നേരെ അങ്ങോട്ട് വന്നു. വൈകുന്നേരമായി, 8 മണിയൊക്കെ ആയി കേട്ടോ. ആ സമയത്ത് നേരെ ലുലുവിൽ വന്നു. ലുലുവിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞങ്ങളൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ടാണ് ഇപ്പുറത്തെത്തിയത് കേട്ടോ. തിരിച്ചു പോകാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തിരിക്കാൻ എങ്ങനെയോ ഇവിടം വരെ വന്നു. അതിൻ്റെ അകത്ത് എന്നാൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. അതുപോലെ തിരക്കായിരുന്നു. വണ്ടി ബ്ലോക്കായിട്ട് മണിപ്പുഴ പാലത്തിൻ്റെ ഇവിടെ എല്ലാം ബ്ലോക്കായിരുന്നു. കയറി 2 നിലയാണ്. അതായത് താഴത്തെ നിലയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഹൈപ്പർ മാർക്കറ്റാണ്, നമ്മുടെ മാളായിട്ടല്ല, ചെറിയൊരു പരിപാടിയാണ്. അപ്പം നിലവിൽ കയറി നമ്മൾ ഓടുന്ന നടവഴി കയറി മുകളിൽ ചെന്ന് അവിടെ കുറേ ഫുഡ് കോർട്ട്, ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഫോണിൻ്റെ, ഡ്രസ്സുകളുടെ, പിന്നെ മെയിനായിട്ട് പിള്ളേരെ പറ്റിക്കാൻ കുറച്ച് ഐറ്റമുണ്ട്. പിള്ളേരുടെ കളിപ്പാട്ടവും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും മറ്റേ ഗെയിമുകളും അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് പറ്റിച്ച് കൊണ്ടുപോകാം, ഉറപ്പാണ്. പിന്നെ ഇത് മാളല്ല, ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പം നൈസായിട്ടൊന്ന് പോയി കറങ്ങി വരാനുള്ളത് ഉണ്ട്. പിന്നെ കോട്ടയംകാർക്ക് ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലും. അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റൊക്കെ തന്നെ ധാരാളം. അങ്ങനെ എന്തുകൊണ്ടാണ് യൂസുഫ് അലി ഇവിടെ മാളാക്കാതെ ഹൈപ്പർ മാർക്കറ്റാക്കിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ അതിനുള്ള പൊട്ടൻഷ്യലുള്ള ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾക്കൊരു മാള് തന്നില്ല എന്നുള്ള വിഷമത്തോടു കൂടി ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.